നമസ്കാരം. അങ്ങനെ ഞാൻ പറയാൻ എന്തിന്, നമ്മുടെ ഈ ലക്ഷദ്വീപിലെ ആൾക്കാർക്ക് ഗിരിവർഗ സ്റ്റാറ്റസ് ഉണ്ട്, അറിയോ? ചിലർ തങ്ങന്മാരാണ്, അവർ ഗിരിവർഗക്കാരുമാണ്, ട്രൈബൽ. അതിന് പുറമെ അവർക്ക് നമ്മൾ പറയാ ഷെഡ്യൂൾ കാസ്റ്റിന്റെ ഇതും കിട്ടുന്നുണ്ട്, സംവരണവും കിട്ടുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയുണ്ട്? അതൊക്കെ ഈ രാജ്യത്ത് നടപ്പാക്കിയിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇതിപ്പോ അതാണ് ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ വെടിപ്പായിട്ട് വിളിച്ച് പറയണം. അസ്ത്രം കപൂർ അല്ലെങ്കിലും മാന്യനാണ് കേട്ടോ. ചില സമയത്ത് അഹങ്കാരത്തിൻ്റെ സ്വരത്തോടെയൊക്കെ ആയിരിക്കും അയാൾ ചില കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയുന്നത്. പിന്നീട് അത് അവരുടെ സമുദായത്തിന് തന്നെ പാരയായിട്ട് എത്താറുണ്ട്. അങ്ങനെ ഒരു സംഗതിയാണ് ഇപ്പോൾ വിളിച്ചു പറഞ്ഞത്. ഇത് ഈ ഉമ്മത്ത് കോൺഫറൻസ് എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടത്താറുണ്ട്. മുസ്ലിം സംഘടനകൾ എല്ലാം അതിൽ പങ്കെടുക്കാറുണ്ട്. ഇതുപോലുള്ള ചിലവർ അവിടെ ചെന്ന് ഇതുപോലെ ഈ പ്രസംഗങ്ങൾ നടത്താറുണ്ട്. ആ കൂട്ടത്തിൽ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ പലതവണയായിട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കോൺഗ്രസ് സർക്കാരുകൾ എല്ലാ കാലത്തും മുസ്ലിമിന് വേണ്ടിയിട്ടാണ് നിലകൊണ്ടിട്ടുള്ളത്. അവർ അവിടെ ഭരിക്കുന്ന സമയത്താണ് നമ്മൾ ഓരോ ആനുകൂല്യങ്ങളും ഇങ്ങനെ അവരിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ടിരുന്നത്. അതൊക്കെ ഇനിയും നടക്കുമെന്ന തരത്തിലാണ് ഇയാൾ ഇങ്ങനെ പ്രസംഗിച്ചു വരുന്നത്. ആ കൂട്ടത്തിലാണ് ഈ ലക്ഷദ്വീപിലെ കാര്യം പറയുന്നത്. അതായത് ലക്ഷദ്വീപിലുള്ള തങ്ങൾമാർ, ഈ തങ്ങൾമാർ എന്നൊക്കെ പറയുമ്പോൾ പാണക്കാട് തങ്ങൾ എന്നൊക്കെ പറഞ്ഞത് മുസ്ലിമിൽ തന്നെ മുന്തിയ ടീമാണ്. അതായത് ഈ ഹിന്ദുക്കളെ പറയുകയാണെങ്കിൽ ബ്രാഹ്മണന്മാർ എന്ന് പറയുന്ന പോലെ ഒരു സംഗതിയാണ് ഈ തങ്ങൾമാർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലക്ഷദ്വീപിലുള്ള തങ്ങൾമാർക്ക് വരെ ഗിരിവർഗ സ്റ്റാറ്റസ് ഉണ്ട്. അതായത് ആദിവാസികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതെല്ലാ കാര്യത്തിലും, സംവരണത്തിൽ, വിദ്യാഭ്യാസത്തിൽ, ജോലിക്ക്, എൻട്രൻസിന്, എല്ലാ കാര്യത്തിലും അവർക്കത് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ 24 മണിക്കൂറും സോഷ്യൽ മീഡിയയിൽ മോദിക്കെതിരെ കുരയ്ക്കുന്ന ഈ താണ്ഡവം താത്തയുണ്ടല്ലോ, ബയോവെപ്പൺ താത്ത, അതായത് ഐഷ സുൽത്താന എന്ന ഈ സ്ത്രീ അടക്കം അവർ ലക്ഷദ്വീപുകാരിയാണ് എന്ന് പറയുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ആദിവാസിയാണ് എന്ന ആ സർട്ടിഫിക്കറ്റ് കാണും. അപ്പോൾ മറ്റുള്ളവർക്ക് അതിൻ്റെ കോട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ന്യായമായിട്ടും കിട്ടേണ്ട, ആദിവാസികൾക്ക് കിട്ടേണ്ട ആ ആനുകൂല്യങ്ങളും സീറ്റുമൊക്കെയാണ് ഇവർ അനർഹമായി തട്ടിയെടുക്കുന്നത്. ഉദാഹരണത്തിന് ഈ ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിക്ക് MBBS പരീക്ഷ എഴുതിയാൽ മതി, അതിൽ വലിയ റാങ്ക് വാങ്ങണം എന്നൊന്നുമില്ല, അവർക്ക് സീറ്റ് കിട്ടും. അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്ക് ഈ സ്റ്റാറ്റസ് കൊടുത്തിരിക്കുകയാണ്, ആദിവാസി സ്റ്റാറ്റസ്. യഥാർത്ഥത്തിൽ പരമ്പരാഗതമായിട്ട് ആദിവാസി വിഭാഗത്തിൽ ജനിച്ച് വളർന്നു വരുന്ന ആൾക്ക് കിട്ടുന്നതിനൊപ്പം ഈ ലക്ഷദ്വീപിലുള്ള മുഖ്യധാരയിൽ ജീവിക്കുന്ന ഇവർക്ക് കൂടി ആദിവാസി സ്റ്റാറ്റസ് കൊടുത്തിരിക്കുകയാണ്. അതാണ് അങ്ങേയറ്റത്തെ നീതികേട്. ഇതുപോലുള്ള ഒരുപാട് നീതികേടുകൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇവർ ഇതിനു മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കൊടുക്കാൻ നിർബന്ധിതരാവുന്നതാണ്, അങ്ങനെ പിടിച്ചു വാങ്ങിയതാണ് എന്നാണ് ഇവർ പറയുന്നത്. രാജീവ് ഗാന്ധിയുടെ കാലം വരെ മുസ്ലിമിന് അനുകൂലമായിട്ടാണ് കോൺഗ്രസ് നിന്നത്. പിന്നെ അതിനൊരു ചെറിയ മാറ്റമുണ്ടായത് നരസിംഹറാവുവിൻ്റെ കാലത്താണ്. വീണ്ടും നമുക്ക് പഴയ പോലെ ആ കാലത്തേക്ക് പോകണം, അതിന് എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നൊക്കെ ഉദ്ബോധിപ്പിക്കുന്നൊരു ഒരു പ്രസംഗമാണ് അവിടെ ഈ അസ്ത്രം ഗഫൂർ നടത്തിയത്. ആ കൂട്ടത്തിൽ നേടിയെടുത്ത പല കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ കൂട്ടത്തിലാണ് ലക്ഷദ്വീപിലുള്ള തങ്ങൾമാർക്ക് വരെ എത്ര അഹങ്കാരമെന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് യോഗ്യതയാണ് അതിന് അവർക്കുള്ളത്? ഓക്കെ, നമ്മുടെ ഭരണഘടന പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ അവർ വാങ്ങി തിന്നുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഭരണഘടന പറഞ്ഞിട്ടുള്ളതാണല്ലോ. പക്ഷേ ഭരണഘടന പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും അവർ ചെയ്യല്ലേ കേട്ടോ. അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യം അവരത് ഭരണഘടനയെ പറയും, അല്ലാത്ത കാര്യത്തിൽ അവർക്ക് മതമാണ് വലുത്. അപ്പോൾ ശരി, ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അവർ വാങ്ങിയെടുത്തോട്ടെ. പക്ഷേ അതിൻ്റെ അപ്പുറമായിട്ട് ആദിവാസികൾക്കുള്ള ആനുകൂല്യങ്ങൾ കൂടി വാങ്ങിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ബാക്കി നിൽക്കുന്ന കോടിക്കണക്കിന് ആളുകളെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ അത്? ഇവിടെ യഥാർത്ഥത്തിലുള്ള ആദിവാസികളുണ്ടല്ലോ. ഈ മുഖ്യധാരയിൽ ജീവിക്കുന്ന ഈ ഐഷ സുൽത്താനയെ പോലെയുള്ളവർക്ക്, അല്ലെങ്കിൽ ലക്ഷദ്വീപിലുള്ള തങ്ങൾമാരെ പോലെയുള്ളവർക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് കൂടി? എന്തിനാണ് ഈ ആദിവാസികൾക്ക് കൊടുക്കേണ്ട? അവർക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇവർ കൂടി എന്തിനാണ് കടന്നു കയറുന്നത്? ഞങ്ങളെപ്പോഴും ദളിതർക്കൊപ്പമാണ്, ആദിവാസികൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ എല്ലാ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന ഒരു ചൂഷക വർഗമായി മാറിയിരിക്കുന്നു ഇവരിൽ ചിലർ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ആ സത്യം ഏതെങ്കിലും ഒരു BJP-കാരനോ മറ്റേതെങ്കിലും രാഷ്ട്രീയക്കാരനോ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കതത്ര വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അവർ രാഷ്ട്രീയ വിരോധം കൊണ്ട് പറയുന്നതാണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾ കരുതിക്കളയും. എന്നാൽ ഇവിടെ അസ്ത്രം കപൂർ എന്ന ഫസൽ കപൂർ തന്നെയാണ് പറയുന്നത് ലക്ഷദ്വീപിലുള്ളവർക്ക്, തങ്ങൾമാർ അടക്കമുള്ളവർക്ക് ഈ ഗിരിവർഗ സ്റ്റാറ്റസ് ഉണ്ട്, അത് നമ്മൾ വാങ്ങിയെടുത്തതാണെന്ന്. അപ്പോൾ പിന്നെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇത് നീതിയാണോ, ന്യായമാണോ, ഇതിലെന്ത് സന്ദേശമാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. സംഘടിത ബലത്തിൻ്റെ ശക്തിയുടെ പുറത്ത് വിലപേശിക്കൊണ്ട് അനർഹമായി നേടിയെടുക്കുന്നതാണ് ഇവർ ഓരോ കാര്യങ്ങളും എന്ന് ഇതിൽ നിന്ന് 100% വ്യക്തമാണ്.